കൂലിയിൽ എന്റെ 7 സീനുകൾ കട്ട് ചെയ്തു. രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ബാബുരാജ്. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് കൂലി. ആഗോളതലത്തിൽ 500 കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു. തന്റെ സിനിമകളിലെല്ലാം മലയാളി താരങ്ങൾക്ക് മികച്ച വേഷം സമ്മാനിക്കുന്ന സംവിധായകനാണ് ലോകേഷ് കനകരാജ്. ആദ്യ ചിത്രമായ മാനനഗരത്തിൽ ഒഴികെ ബാക്കി എല്ലാ സിനിമകളിലും മലയാളി താരങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കൈതയിൽ നരേൻ അവതരിപ്പിച്ച ബിജോയ്, വിക്രത്തിൽ കമൽഹാസനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്ന ഫഹദ് ഫാസിൽ, 2 സീനിൽ മാത്രം വന്നുപോയ കാളിദാസ് ജയറാം, മാസ്റ്ററിൽ നായികയായ മാളവിക മോഹൻ, ലിയോയിൽ വിജയുടെ മകനായി മാത്യു തോമസ്, കൂലിയിൽ സൗബിൻ തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. ലോകേഷിന്റെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കൂലിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. വില്ലൻ വേഷത്തിൽ നിന്ന് ക്യാരക്ടർ റോളുകളിലേക്ക് ചുവടുമാറ്റിയ ബാബുരാജ് കൂലിയിൽ ഭാഗമായിട്ടുണ്ട്. എന്നാൽ 2 സീനിൽ മാത്രമാണ് താരം പ്രത്യക്ഷപ്പെട്ടത്. ഡയലോഗ് ഇല്ലാതെ വെടികൊണ്ട് ഭരിക്കുന്ന കഥാപാത്രമാണ് ബാബുരാജിന് നൽകിയത്. ഇപ്പോഴിതാ കൂലിയിൽ ബാബുരാജിന്റെ 7 സീനുകൾ കട്ട് ചെയ്തു എന്ന് പറയുകയാണ് നടൻ. കൂലിയിൽ എന്റെ 7 സീനുകൾ കട്ട് ചെയ്തു പോയതാണ്. നമ്മളെ ലോകേഷ് കനകരാജ് പോലുള്ള വലിയ ഡയറക്ടർ വിളിച്ച് കഥയും സാഹചര്യവും പറയുമ്പോൾ ആ സിനിമയിൽ ചെറിയ റോൾ എന്നതല്ല നോക്കിയത്. ആ സിനിമയുടെ ദൈർഘ്യം കൂടി വരുമ്പോൾ വെട്ടിയതാണ്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. സിനിമയുടെ ക്ലൈമാക്സിൽ ഞാൻ മരിക്കുന്നില്ല, ചെറിയ റോൾ എന്ന് പറഞ്ഞല്ല അവർ വിളിക്കുന്നത്. അവർ പറയുമ്പോൾ വലിയൊരു ക്യാരക്ടറാണ്. തമിഴിലും തെലുങ്കിലും അവർ ഹീറോയെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ പടത്തിന്റെ ദൈർഘ്യം കൂടുമ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്ന സീൻ നമ്മുടെ ആയിരിക്കും, ബാബുരാജ് പറയുന്നു.